രാജഗോപാൽ, ഇപ്പോൾ രണ്ടുപേരും പറയുന്നതിൽ അതിൻ്റെ ഒരു അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളുമൊക്കെ ഉണ്ട്, രാഷ്ട്രീയപരമായി പല ആരോപണങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു സാധാരണ അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ അത്രയേറെ വിശ്വാസ്യതയോടുകൂടി അല്ലെങ്കിൽ ഒരു ദർശന പുണ്യം എന്ന നിലയ്ക്കാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അവിടെ ഇത്തരം കള്ളത്തരങ്ങളില്ല. നമ്മുടെ ഉള്ളിലെ കള്ളത്തരങ്ങളെയൊക്കെ മാറ്റി ശുദ്ധ മനുഷ്യരായി തിരിച്ചിറങ്ങാൻ വേണ്ടിയാണ് മലയിലേക്ക് കയറുന്നത്. പക്ഷെ അവിടെ ഇത്രയേറെയും കള്ളത്തരങ്ങൾ നടന്നു വന്നത് ഏതൊരു വിശ്വാസിയും വേദനിപ്പിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ആ വേദന മാറ്റാൻ പറ്റണമെങ്കിൽ ആരൊക്കെയാണ് ഇത് കൊണ്ടുപോയത്, യഥാർത്ഥ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തിരിച്ചവിടെ വരിക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്കപ്പുറമോ യഥാർത്ഥ പ്രതികളിലേക്കുള്ള ഒരു യാത്ര അത് അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണെന്നും ഈ നാളെ 5 മണിക്കുള്ളിൽ പത്മകുമാറിൻ്റെ നാവിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അത് ദൈവതുല്യരിലേക്കുള്ള വഴിയാകുമോ അറസ്റ്റാകുമോ എന്നൊക്കെ ഒരു അത്രയ്ക്കും ഒരു ശുഭാപ്തി വിശ്വാസം അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ദിവിഷേ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. കേരളത്തിലെ അല്ല ഇന്ത്യയിലുള്ള ലോകത്തുള്ള ഭക്തകോടികളെല്ലാം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ ഇവർ മോഷ്ടിച്ചുകൊണ്ടുപോയെന്ന് സൈറ്റ് കണ്ടെത്തിയിരിക്കുന്ന ഈ വസ്തുക്കൾ ഇതെല്ലാം അവിടെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ പ്രഭയോടുകൂടി പത്മപ്രഭയോടുകൂടി അത് കാണണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. അല്ലാതെ ആരെയും അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളിത് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ രാഷ്ട്രീയ തരത്തിലുള്ളൊരു സംസാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് തന്ത്രിമാരെ ചോദ്യം ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് വന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അവരോട് തന്ത്രിമാരോടൊക്കെ സ്നേഹവും ബഹുമാനവും എല്ലാ കാര്യവും ഉള്ളതാണ്. തന്ത്രിമാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അവരവിടെ പ്രതിസ്ഥാനീയനാണ്. അയ്യപ്പൻ മൈനറാണ്. ആ മൈനറായ അയ്യപ്പൻ്റെ എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളൊക്കെ സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷിക്കുന്നതിൻ്റെ ചുമതലയുള്ള ആളാണ് തന്ത്രിമാരെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരായിരുന്നു വളരെ കെയർഫുള്ളായിരിക്കണമായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഈ ഭൗതികവാദികൾ അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിൽ അവർ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ ശ്രദ്ധക്കുറവിനെ മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റവരെ വലിയ കുടുംബത്തെ അവരുടെ വലിയ പാരമ്പര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഉള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് പത്മകുമാറാണിത് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ പത്മകുമാറിൻ്റെ നാക്കിൽ നിന്നാണിത് വരുന്നത്. പത്മകുമാർ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഓർക്കുന്നില്ല, ദിവീഷ് ഓർക്കുന്നില്ലേ? പത്മകുമാർ പറഞ്ഞത് ഞാൻ 2017 ശബരിമലയിൽ എത്തുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് എത്തുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 തന്നെ എത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 തന്നെ അവിടെ എത്തിയിരിക്കുന്നു. അത് എവിടെ നിന്നാണ് വന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതും പത്മകുമാറാണ് ചോദിക്കുന്നത്. 2007 ബാംഗ്ലൂരിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരു കൈക്കാരനായിട്ടോ പരികർമ്മിയായിട്ടോ എന്തൊക്കെയോ ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹം ശബരിമലയിലെത്തി എന്നാണ് പറയുന്നത്. പിന്നെ ശബരിമലയിൽ തന്നെ തുടർന്നിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു ആലപ്പുഴക്കാരൻ ഒരു അച്യുതൻ പോറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആലപ്പുഴക്കാരൻ ഒരു അച്യുതൻ പോറ്റിയുടെ സഹകർമ്മിയോ ഇങ്ങനെ പരിപാലകനാക്കിയോ ആയിട്ടാണ് ഇയാൾ വന്നെന്നാണ് പറയുന്നത്. ഈ അച്യുതൻ പോറ്റിയുടെ ബന്ധം അന്വേഷിക്കണം. അതന്വേഷിക്കണ്ടേ? ഇയാളെ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥിരം ടെമ്പററി അല്ലല്ലോ, സ്ഥിരം പോസ്റ്റിലേക്കാണ് നിയമിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരായി അച്യുതൻ പോറ്റി? തീർച്ചയായിട്ടും അന്വേഷിക്കും. SIT അത് അന്വേഷിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം പത്മകുമാറാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളാരും പറഞ്ഞതല്ല, പത്മകുമാർ സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണ്ടി വരും. എന്നിട്ട് അതുപോലെ തന്നെയാണ് ഇന്ന് തന്ത്രി രാജീവരുടെ വായിൽ നിന്നൊരു വാക്ക് വന്നതാണ്. അദ്ദേഹത്തെ അറിയാമോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സംസാരിക്കുകയാണ് കേട്ടോ. അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? എനിക്കറിയാമായിരുന്നു, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു. എത്രയോ കാലമായിട്ട് ശബരിമലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നാണ് അദ്ദേഹം. വർക്ക് എന്നൊരു വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചത്. എന്ത് വർക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നടത്തിക്കൊണ്ടിരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ പേറോളിലുള്ള ആളാണോ? അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പരികർമ്മിയായിട്ടോ പരികർമ്മിയുടെ ശുപാർശക്കാരനായിട്ടൊക്കെ വരണമെന്നുള്ള ഒരാൾ അങ്ങനെ സ്ഥിരമായിട്ട് ഇതേപോലെ ചില ആളുകൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുകളായിട്ട് ചിലരെ സ്വയം അവരോധിച്ച് അവരവിടെ അങ്ങ് പെരുമാറിയാണ്. ഇപ്പോൾ ഇതേപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 വന്ന് ഈ വരുമ്പോഴേ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകണമെന്ന ലക്ഷ്യം കൊണ്ടാണോ വന്നത്? അവിടെ വന്നപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മുതലെടുത്ത് ഇങ്ങനൊരു ഗൂഢാലോചന നടത്തിയാണോ എന്നൊക്കെ ഇനി നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. അത് വഴിയെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കാം.